നുറുക്ക് ഗോതമ്പില്ലേ അതുകൊണ്ട് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അത് ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ ആക്കാനുള്ള വഴി എടുക്കാതിരിക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം കടുകാണ് ഇടുന്നത്. എണ്ണ ചൂടായിട്ടുണ്ടേ, ആദ്യം കടുക് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ കൊച്ചുള്ളി, ചെറുള്ളി, ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി മൂത്തു, അതിലേക്കൊരു നുള്ളു കറിവേപ്പില ഇടാം. കറിവേപ്പിലത്തിന് ശേഷം നമ്മൾ ഇത് ചെയ്യണം. ക്യാരറ്റും പച്ചമുളകാണ് ഞാൻ ഇടുന്നത്. ചിലവർക്ക് ചുവന്ന മുളക് ഇഷ്ടം അതിടായത് ഇഷ്ടത്തെ അതിടാം കേട്ടോ. അപ്പം അതും കൂടെ ഇടാം. ചെറുതായി ഒന്ന് വാടി വരട്ടെ. ക്യാരറ്റ് ഇതാ ചെറുതായി വാടി വന്നു. ചെറുതായി വാടിയാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് എത്ര തേങ്ങ വേണ്ടിച്ചാൽ അതിടാം. അപ്പം നമുക്ക് ഉപ്പുമാവിലേക്കാണ് എത്ര തേങ്ങ വേണ്ടിച്ചാൽ അതിടാം കേട്ടോ. അതൊന്നിട്ട് ചെറുതായി ഇളക്കി എല്ലാവരും യോജിപ്പിച്ചു. അതിലേക്ക് കുറച്ച് ഉപ്പിടണം, ആവശ്യത്തിനുള്ള ഉപ്പിടുക കേട്ടോ. അത് ഈ പച്ചക്കറിയിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടി, ക്യാരറ്റിലും മുളകിലും അപ്പോൾ ഒരു ഉപ്പ് ചെറുതായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമുക്ക് സൂചി ഗോതമ്പത്തിന് നുറുക്കിടാം കേട്ടോ. വേദി വൃത്തിയാക്കി വെച്ച നുറുക്ക് ഗോതമ്പാണിത്. ഇന്ന് രാവിലെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം നമ്മളൊരു വെറൈറ്റി ആക്കി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ അതിനൊരു നല്ല ഹെൽത്തിയാണ് രാവിലെ ഇത് കഴിക്കുന്നതൊക്കെ. നമ്മളെന്നും അരിദോശ, ഇഡ്ഡലി, നൂൽപ്പിട്ട് ഇങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേ വെള്ളമൊന്നും വേണ്ടി വരില്ല. ഇതാ ഇതൊപ്പമുള്ള വെള്ളം മതി. കുക്കറിൽ വേവിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഉള്ള ഈ വെള്ളം മതി. ഇതിലേക്ക് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഇടുക. നമ്മൾ ആദ്യം ആ ക്യാരറ്റിലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ടല്ലോ, ഇതിലേക്കുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ട ഉപ്പിടുക. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. മാഗി പറയുന്ന പോലെ 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ റെഡിയായി. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിനായി വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ച് വെക്കാം. നമുക്ക് ഓഫാക്കാം കേട്ടോ. നമ്മുടെ ഉപ്പുമാവിൻ്റെ ഇതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് കുക്കർ ഫ്രൈ വെന്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം വെള്ളം നമ്മൾ വെച്ചിട്ടുള്ളൂ. ഒരു വിസിലും കേട്ടോ. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം ഒന്ന് നേരമായിട്ട് വെന്തതാ കേട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ. അപ്പം എല്ലാവരും ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കട്ടൻ ചായ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നല്ല ഹെൽത്തിയാണിത്. ഇതിൽ ക്യാരറ്റും ഒക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ കഴിക്കാൻ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതിലൂടെ ഞാനൊരു മുട്ടയും കൂടെ പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും. നല്ലതാണ് രാവിലെ. എന്നും ഈ ദോശ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് എന്തായാലും ചെയ്യണേ.